ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഗേൾസിന് പൊതുവെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് കണ്ണുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടു. നമ്മൾ ആ വയനാട് പ്രശ്നത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ട്. ഒരു സ്ത്രീ മുലയൂട്ടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട് കുറച്ച് ഇറങ്ങിയ ഒരു 8-10 കമന്റ് നമ്മൾ കണ്ട്. നമ്മൾ പ്രൊഫൈൽ അടക്കമുള്ള കമന്റ് കണ്ട്. അതൊന്നും ഫേക്ക് അക്കൗണ്ട് ഒന്നല്ല, ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് തന്നെ വന്നതാകുമ്പോൾ. അപ്പോൾ നമ്മൾ ആ വയനാട് പ്രശ്നത്തിൽ തന്നെ നമ്മൾ ഒരു സ്ത്രീ മുലയൂട്ടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ണുള്ള കുറച്ച് ഒരു 8-10 പേര് നമ്മൾ കമന്റ് ചെയ്യുന്നത് കണ്ടു. കാരണം അതൊന്നും ഫേക്ക് അക്കൗണ്ട് അല്ല, ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നാകുമ്പം അവരൊക്കെ കമന്റ് ചെയ്തിന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കണ്ണുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങിനാകുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും കണ്ണുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സുലു ടാക്സ് താത്താക്ക് വന്നൊരു അനുഭവമാണ്. അപ്പോൾ ആ താത്താക്ക് ആരോ ഒരു ചാറ്റ് ചെയ്തുമ്പോൾ അപ്പോൾ ആ താത്ത പിന്നെ കൊളാബൊക്കെ ചെയ്യുന്ന സ്ത്രീ ആയതുകൊണ്ട് അവർ വിചാരിച്ചാലും കൊളാബിനെ വരികയായിക്കാരം വിചാരിച്ചു. അങ്ങനെ ഒരു നോർമൽ ചാറ്റൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ താത്താക്ക് മനസ്സിലായത് ഇത് റൂട്ട് വേറെയാണ്, ഇത് നമ്മളെ കൊളാബ് റൂട്ടല്ല, ഇത് വേറെ എന്തോ റൂട്ടാണെന്ന് താത്താക്ക് മനസ്സിലായി. താത്താക്ക് മനസ്സിലായപ്പോൾ താത്ത എന്തായി, ബുദ്ധിക്ക് കളിച്ച് വേറൊരു ഫോൺ എടുത്തിട്ട് ഇത് റെക്കോർഡ് ചെയ്ത്. അതാ പൊട്ടനറിഞ്ഞില്ലാകുമ്പോൾ ഇങ്ങനെ കളിക്കാൻ കഴിയെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയണ്ടേ, അല്ലാതെ നമ്മൾ വെറുതെ കളിച്ചിട്ട് കാര്യമല്ലോ. കളിച്ചാൽ മാത്രം പോലെ പിടിച്ചു നിൽക്കാൻ അറിയണം. അപ്പോൾ ആ പൊട്ടന് മനസ്സിലായില്ല, അത് വേറെ ഫോണിൽ അവർ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, വേറെ ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ല എനിക്ക്. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു ചാറ്റിംഗ് ഒക്കെ ആയി, കളിക്കാൻ കിട്ടും അങ്ങനത്തെ മാങ്ങാത്തോലി അങ്ങനത്തെ ചാറ്റിംഗ് ഒക്കെ വന്ന് ലാസ്റ്റ് ഇവനുണ്ട് കുറച്ചുണ്ട് ഒരു ഷർട്ട് ഉരുകി. ഫസ്റ്റ് നല്ല കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ അയച്ചു കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ഷർട്ട് ഊരിയിട്ട് ഒരു നല്ലൊരു മാന് തന്നെ പറയും, നല്ലൊരു കണ്ട ഒരു ജിമ്മ് ബോഡിയൊക്കെ ആയിട്ടുള്ള ചെക്കൻ്റെ ഫോട്ടോ കണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ഇട്ടാണ്. ഇവനക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നത് ഞാൻ ചോദിക്കണം. അതും ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ, നമ്മൾ ഫേക്ക് ഒന്നല്ല ഒറിജിനൽ ഫേസ് കാണിച്ചൊരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഇവനൊക്കെ എന്താണ് ചെയ്യുമ്പോൾ, ഇവനൊക്കെ എന്ത് ചെയ്യാം? ഇവന്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ അമ്മക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾ നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളായിട്ട് എന്തിനാ നിങ്ങൾ ഈ പരിപാടിക്ക് പോകാൻ നിൽക്കണേ? ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നല്ല സ്ത്രീകൾക്കും പാടെ ഒരു ഇതെന്താ വെച്ചാൽ ഒരു മോശപ്പേരാണുമ്പോൾ നിങ്ങൾ ആ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. ഇൻട്രസ്റ്റ് ഇല്ലവർക്ക്, ഇതിനിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഇങ്ങനത്തെ വീഡിയോ. അല്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പാവം തട്ടൊക്കെ ഇട്ട് നല്ലൊരു ദീനീബോധമായിട്ട് നടക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു സ്ത്രീ തന്നെ പറയാം കേട്ടോ. അപ്പോൾ നല്ല വൾഗർ ഡ്രസ്സൊന്നും ഇട്ടില്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ഡ്രസ്സൊക്കെ ഇട്ട് വൾഗർ ഡ്രസ്സൊന്നും അല്ല, നോർമൽ ഡ്രസ്സ് നല്ല വൃത്തിയിൽ അണിഞ്ഞൊരുങ്ങി പോകുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ ബാഡ് കമന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ വിളിക്കേണ്ടി ആകുമ്പോൾ അതിന്? പിന്നെ ഓൻ്റെ ഒരു വീഡിയോ ഉണ്ട്, റബ്ബേ എന്ത് ധൈര്യത്തിലടാ ഈ വീഡിയോ ഇട്ടെങ്കില്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാൻ എനിക്ക് എന്തെങ്കിലും ധൈര്യം വന്ന് എന്താ പൊട്ടനാ? അത് അറിയാഞ്ഞിട്ട് ചോദിക്കണം. അപ്പോൾ ഈ വീഡിയോ അവർ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ ഇല്ല സോഷ്യൽ മീഡിയ മൊത്തം കളിച്ചു കൊടുക്കുന്ന വീഡിയോ ഇപ്പൊ ഇതാണ്. ഇപ്പൊ എന്തായി? എൻ്റെ മാനം പോയി, എൻ്റെ അഭിമാനം പോയി. ഇനിയിപ്പോൾ എൻ്റെ കുടുംബക്കാരെ എന്നെ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ അയൽവാസികളെ എന്നെ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ നാട്ടുകാരെന്നെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് അതിൻ്റെയൊക്കെ ശരിക്കും പേടിക്കണം. അപ്പോൾ എന്താണ് ഇത് വിചാരിക്കണേ? ഒരു സ്ത്രീകൾക്ക് ഒരു മാന്യത, ഒരു എന്താ പറയാ, എന്താ എന്നോട് പറയുക കാര്യത്തില്? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്നത്. ബാഡ് കമന്റ് ഇടുക എന്നാൽ ഒരു ഹോബിയാണ് ശരിക്കും. ബാഡ് കമന്റ് ഇടുക ഭയങ്കര ഹോബിയിൽ കുറച്ച് ആൾക്കാരുണ്ട്. അത് നമ്മൾ ആ വയനാട് ദുരന്തത്തിൽ തന്നെ കണ്ടപ്പോൾ ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത, നമുക്ക് പറയാൻ പറ്റാത്ത വേർഡിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ബാഡ് കമന്റിനെ കുറച്ച് ആൾക്കാരെ നമ്മൾ അന്ന് കണ്ട്. വയനാട് ദുരന്തത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ഒരാൾ എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയാ? എന്താണ് മാഷെ നന്നാവാത്തത്? നീ എന്ന് നന്നാവാനാ? നിനക്ക് അത്ര കണ്ടതുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കുങ്ങള്, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും.
അല്ലാതെ ഇപ്പം നിങ്ങളോടൊക്കെ എന്താ ഞാൻ പറയാം? നിങ്ങൾക്കില്ല ഒരു പെങ്ങളോ, നിങ്ങൾക്കില്ല ഒരു ഉമ്മയും, നിങ്ങൾക്കില്ല ഒരു വീടും ഒരു കുടുംബക്കാരൊക്കെ നിങ്ങൾക്കില്ലേ? ഒരു സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു നല്ലൊരു സ്ക്രീനിങ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ആറാമ്പറപ്പാണ് നിങ്ങൾ ചെയ്യണേ? നിങ്ങളൊരു വൈഫിനോട് ഒരാൾ നിങ്ങളെ പെരുമാറി നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ വീട്ടുകാരോട് വീട്ടിലത്തെ ഒരാളോട് നിങ്ങൾ പെരുമാറി നിങ്ങൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങളെ വൈഫിനോട്, നിങ്ങളെ വീട്ടിലത്തെ ഒരാളോട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളോട് നിങ്ങളൊരാൾ ചെയ്ത് എന്താ ചെയ്യുക നിങ്ങൾ? അതായത് നിങ്ങൾക്കില്ല അതേമാതിരി അവർക്കും ഉണ്ട്, കൂടും കുടുംബമൊക്കെ അവർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? അവർക്കും ഉണ്ട് കൂടും കുടുംബമൊക്കെ ഉണ്ട്. അവരിത് ഇതിക്ക് വരുന്നത് ഇതിന് വേണ്ടിയിട്ടെല്ലാം ഇപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കണേ. ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ വരുന്ന സ്ത്രീകളൊക്കെ ഇതിനാണ് വരുന്നതെന്ന്. ആ ഒരു ധാരണ ചിലർക്കൊക്കെ. അപ്പൊ നിങ്ങൾ ധാരണയാണ് പ്രശ്നമാകുമ്പോൾ, അല്ലാതെ അവരെ പ്രശ്നമല്ല അത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവരങ്ങനെ വൾഗറായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു പോകുന്ന ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് പറയാം. നിന്റെ ഡ്രസ്സിങ്ങിന്റെ കണ്ടിട്ടും നിന്റെ കാട്ടിക്കുട്ടൽ കണ്ടിട്ട് നമ്മള് ഓട്ടോമാറ്റിക്കായി ചിന്തിച്ചാന്ന് പറയാം ഇത് നല്ലൊരു സ്ത്രീയാണ്. നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന സ്ത്രീയോട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെ ഭാര്യയോട് ഒരാൾ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങളെ വീട്ടുകാരോട് എന്താ ചെയ്യാം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? അപ്പോ ഇതേമാർക്ക് ഞാൻ പറഞ്ഞല്ലേ, ഇവർക്കും ഉണ്ട് ഒരു ഫാമിലി, ഒരു കുടുംബമൊക്കെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കയറി കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളൂല. അതുപോലെയാണ് അവർക്കും ഉണ്ടാവും ഒരു ഭാവിയും, ഒരു കുടുംബവും, ഒരു വീടും, ഒരു വീട്ടുകാരും, ഒരു കുടുംബക്കാരൊക്കെ അവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളിത് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കാണ് നമ്മൾ എന്താണ്ടില്ലേ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. അപ്പം അല്ലാതെ നമ്മുടെ കാമം തീർക്കാനല്ല ബാക്കിയുള്ള സ്ത്രീകളൊന്നും. സോഷ്യൽ മീഡിയയിലെ സ്ത്രീകളൊക്കെ നമ്മളെ കാമം തീർക്കാനാണ് എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാകുമ്പോൾ പല ആൾക്കാർക്കും ഒരു ചിന്ത ഉണ്ട്, നമ്മളെ കാമം തീർക്കാനും നമ്മളത് തീർക്കാനും ആണ് ഈ സോഷ്യൽ മീഡിയ ലേഡീസൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരും ഒരു ചിലപ്പോൾ ഒരു സന്തോഷത്തിന്, ഒരു എന്റർടൈൻമെന്റിന്, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ അവർക്ക് വീടും അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 10 രൂപ എനിക്കും സമ്പാദിക്കാം എന്ന് വിചാരിച്ചിട്ടും, അല്ലെങ്കിൽ ഒരു ലൈഫ്, ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഈ കയ്പ് തീർക്കാൻ വരുന്ന നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അവർക്കും വേദനയും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു മോചനം വിചാരിച്ചിട്ടാണ് ഇവർ വരുന്നത് സോഷ്യൽ മീഡിയക്ക്. അപ്പൊ ഈ കുറച്ച് ആൾക്കാരുണ്ട് ഈ കാമക്കണ്ണുകൊണ്ട്, അവരൊക്കെ കാമക്കണ്ണുകൊണ്ട് എങ്ങനെ നോക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലാറെ എത്രയോ കാമക്കണ്ണുകൊണ്ട് നോക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ വൾഗർ ഡ്രസ്സും അങ്ങനെ ഒരു നീറ്റ്നെസ്സും ഇല്ലാതെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും ഒരു വൃത്തിയിൽ ഒരു മനയിലൊരു ഡ്രസ്സും എന്ന് ധരിച്ചു വരുന്ന ഒരാൾ നിങ്ങൾ കാമക്കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കിയെങ്കിൽ ബാക്കിയുള്ളവർക്ക് അപ്പൊ നിങ്ങൾ എങ്ങനെ നോക്കുണ്ടാവും? ബാക്കിയുള്ളവർക്ക് അപ്പൊ നിങ്ങൾ എങ്ങനെ നോക്കുണ്ടാവും? അതാണ് ചോദിക്കുന്നത്. എന്താണ് മാഷെ നന്നാവാത്തത്? എന്നാ ഇപ്പൊ ഇത് നന്നാവുക? ഇപ്പൊ എന്താ നിങ്ങളുടെ ഫോട്ടോ മൊത്തം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ മാത്രമാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതെല്ലാവരും ഇത് നമ്മൾ പേടിച്ചിട്ട് മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുതാകുമ്പോൾ അത് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന തെറ്റാണപ്പോൾ. ഞാൻ എന്ത് ചെയ്താലും ഒരു സ്ത്രീയും മിണ്ടൂല, ഒരു സ്ത്രീ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ തെറ്റാണപ്പോൾ. എല്ലാവരും ഒരുപോലെ ആവില്ല. ചിലപ്പോൾ ഒരു സ്ത്രീ നിങ്ങൾ സംസാരിച്ച സമയത്ത് ചിലപ്പോൾ ആ സ്ത്രീ അങ്ങനെ ഒന്നും കാട്ടാതെ പേടിച്ചിട്ട് ഒന്നും കാട്ടാതെ നോക്കുമ്പോൾ ആ വേറെ സ്ത്രീ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ പേടിച്ചിട്ട് ഇനിയിപ്പോ നാട്ടുകാർ എന്ത് വിചാരിക്കും, പിന്നെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോ ആരോടും പറയാതിരിക്കും. പക്ഷെ കാലം ഒരുപാട് മാറിയാകുമ്പം പ്രതികരിക്കാൻ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങി തുടങ്ങിയ കാലാണുമ്പം അപ്പൊ കണ്ടും കാരണമൊക്കെ ചെയ്യുമ്പോൾ കണ്ടും മനസ്സിലാക്കിയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നാറ്റിക്കേണ്ടി വരുമ്പോൾ ഇതേമാർക്ക് ആകെ ലോകം മുഴുവൻ ഇത് അറിഞ്ഞ് പിന്നെ വീട്ടുകാരും ഇല്ല, കൂട്ടക്കാരും ഇല്ല, കുടുംബക്കാരും ഇല്ല, അയൽവാസികളും ഇല്ല, നാട്ടുകാരും ഇല്ല, എല്ലാവരും നമ്മളെ വെറുത്തു തുടങ്ങുമ്പോൾ മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും ചെയ്യാതെക്കുമ്പോൾ നമ്മള് എന്തിനാ ബാക്കിയുള്ളവരെ ലൈഫിലൊക്കെ നമുക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യം? ബാക്കിയുള്ളവരെ ലൈഫിൽ കയറി നമ്മൾ ഇടിച്ചു കയറി ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമുക്ക് അറിയാത്തവർക്ക് നമ്മൾ മെസ്സേജ് എന്തിനാ അയക്കണേ? ഒരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് ആണെങ്കിൽ ഓക്കെ നമ്മൾ സമ്മതിക്കാം.
ചിലപ്പോൾ നല്ലൊരു യൂട്യൂബറൊക്കെ ആകുമ്പോൾ നല്ല വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ മെസ്സേജ് അയക്കും. അത് സ്വാഭാവികമാണ്. അപ്പം അല്ലാതെ ഇങ്ങനെ കാമക്കണ്ണോടൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല ഇവർ ഇങ്ങനെ പബ്ലിഷ് ആക്കും. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിയണമായിരുന്നു ആദ്യമേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാതിരിക്കാൻ തോന്നിയാകുമ്പോൾ ഇപ്പം കണ്ടില്ലേ, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും അറിഞ്ഞു നിങ്ങളാകുന്ന ആറി ചെയ്ത്. ഇതിന് പോയില്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇനിയപ്പോൾ ഇതിന് പോകേണ്ട വലിയ ആവശ്യമുണ്ട് നിങ്ങൾക്ക്. എന്താ മാഷേ നന്നാവാത്തത്? നീ എന്ന് നന്നാവും? കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾ മാത്രമല്ല കുറച്ച് ആൾക്കാരുണ്ട്. മറ്റേ വയനാട് ദുരന്തത്തിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, വീടും ജോലിയും ഒക്കെ ലീവ് എടുത്തിട്ട് ആ ഒരു പല ആൾക്കാരും കേട്ടോ ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കാമക്കണ്ണുകൊണ്ട് വന്നിടുമ്പോൾ വയനാട്ടിലേക്ക്. അല്ലെങ്കിൽ വയനാട്ടിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കമന്റ് ബോക്സിൽ കാമക്കണ്ണുകൊണ്ട് വന്നു കുറച്ച് ആൾക്കാർ. അവർക്ക് എന്താ ചെയ്യുക? അതിൽപ്പെട്ട ഒരാളാണിത്. ഇപ്പോൾ ഷിലു ടാക്സ് ആയതുകൊണ്ട് മൊത്തത്തിലോട്ട് ഫേമസ് ആയി, അത്യാവശ്യം റീച്ചുള്ള ചാനൽ ആയതുകൊണ്ട് മൊത്തത്തിൽ ഫേമസ് ആയി. ഇപ്പം എല്ലാവരും ഏറ്റെടുത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ മാത്രമാണ്. വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ പണിയെടുത്ത് ജീവിച്ച് നടന്നാൽ മതിയില്ലായിരുന്നോ? എന്തായി? ഇപ്പം നാറിയല്ല, ലോകം മൊത്തം നാറി. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. നിങ്ങളെ കാമം തീർക്കാൻ എല്ലാ ആൾക്കാരല്ല സോഷ്യൽ മീഡിയ പിന്നെ ഗേൾസ്. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കാൻ പോകും. കാരണം അവർ പിന്നെ വീഡിയോ ചെയ്യും, പിന്നെ അവരോട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ പെട്ടു എന്ന് അറിഞ്ഞ സമയത്ത് നിങ്ങൾ സോറി അറിയാതെ പറ്റിപ്പോയതാണ്, വേറെ ഒരു സ്ത്രീന്റെ പേരൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നൊക്കെ വീഡിയോ ഒക്കെ കണ്ടതാണുമ്പോൾ അപ്പൊ അത് നിങ്ങൾ നമ്പറാന്ന് എല്ലാവർക്കും മനസ്സിലാവുമ്പോൾ അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി പോകാൻ നിൽക്കുക. നിങ്ങളതല്ല, എല്ലാവരും ഇങ്ങനത്തെ പരിപാടിക്ക് പോകാൻ നിൽക്കുക. കാരണം സോഷ്യൽ മീഡിയ വരുന്ന സ്ത്രീകളെല്ലാവരും നിങ്ങളെ കാമം തീർക്കാനുള്ള സ്ത്രീകളാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അപ്പം അവർക്ക് എൻജോയ്മെന്റ് അല്ലെങ്കിൽ 10 രൂപ ഏർണിങ്സ് നേടാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അത് നിങ്ങൾ ആദ്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് സുഖമായി സന്തോഷിച്ച് ജീവിക്കാം, അവർക്കും സുഖമായി സന്തോഷിച്ച് ജീവിക്കാം. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാൻ തോന്നി. അപ്പോൾ എനിക്ക് എന്തായാലും പറയണം. അപ്പോൾ നമ്മൾ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.